ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചന്ദ്രക്ക്, മേശക്ക്, അഭേദ്രകവും 3 ബാലന്മാർ മാത്രമേ ഉള്ളൂ. അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവ തേജസ് ഇന്ന് പകൽക്കാലം നമ്മെ ചുറ്റി പരിപാലിക്കുന്ന വലിയ സംരക്ഷണത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ വേഗത്തിൽ 1-2 വാക്യം മാത്രം വായിച്ച് ചിന്തിച്ച് പെട്ടെന്നിരിക്കുവാൻ, ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള ഒപ്പമുള്ള ജീവിതമായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ തിരുവചനം എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് യാചിക്കുന്നതിന് മുമ്പേ ദൈവം അറിയാം. നമ്മൾ യാചിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിഷയങ്ങളെ അറിയുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെയല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. എന്നാല് നമ്മുടെ പ്രാർത്ഥനയാലും യാചനയാലുമാണ് നമ്മുടെ വിഷയത്തിന് പൂർണ്ണ പരിഹാരം ലഭിക്കാനിടയായിത്തീരുന്നത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ മുന്നമേ അറിയുന്ന ദൈവമാണ്. ഒന്നുമല്ല, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ വിഷയങ്ങൾ അറിയാം. പക്ഷേ എനിക്കിന്നത് വേണം, ഇന്നത് വേണമെന്ന് മുട്ടിപ്പായി പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ നെടുങ്കണ്ടം ടൗണിൽ ചെന്നപ്പോൾ ഒരു ഫാൻസി സ്റ്റോറിൽ കയറിയപ്പോഴും ഒരു പിതാവും മകനും വന്നു. പ്രൈസ് ലോർഡ്. പിതാവിൻ്റെ ആഗ്രഹം ചെറിയൊരു ബോൾ മേടിച്ചു കൊടുക്കാനാണ്. പ്രൈസ് ലോർഡ്. എന്നാൽ ആ കുട്ടി അവിടെ കിടന്ന് ഭയങ്കര നിലവിളി, എനിക്ക് റിമോട്ട് കൺട്രോളിലൊരു കാറ് വേണം, തന്നേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് നിലവിളിക്കുക. ഹല്ലേലൂയ. ഉടനെ അപ്പൻ ശരി, മോൻ പറഞ്ഞു തന്നെ കൊടുത്താരെ എന്ന് പറഞ്ഞ് അവൻ ആഗ്രഹിച്ചത് തന്നെ അവന് ലഭിച്ചെങ്കിൽ നിശ്ചയമായിട്ട് വചനത്തിന്റെ പ്രാധാന്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് യാചിക്കുന്നതിന് മുമ്പേ പിതാവ് അറിയുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, എന്നാൽ നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. പ്രൈസ് ലോർഡ്. തലയിൽ എത്ര രോമം ഉണ്ടെന്ന് നമുക്കറിയാവോ? ഇല്ല. കൊഴിഞ്ഞ രോമങ്ങൾ പോലും നമുക്കറിയത്തില്ല എത്ര രോമം കൊഴിഞ്ഞു പോയത്. അങ്ങനെയെങ്കിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാ എഴുതി വെച്ചിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ തലയിലെ രോമങ്ങൾ എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടണ്ട. ജീസസ്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? വ്യക്തിപരമായി ഏതെങ്കിലും വിഷയത്തിൽ കടബാധ്യതയാലാണോ, രോഗത്താലാണോ, അല്ല കുടുംബത്തിലെ ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി വചനത്തിലൂടെ ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മുടെ തലയിലെ രോമത്തെ കുറിച്ച് പോലും, ഓരോരോ രോമകുത്തിലുള്ള രോമത്തെ കുറിച്ച് പോലും എന്റെ ദൈവത്തിന് ചിന്തയുണ്ടെങ്കിൽ, എന്റെ ദൈവത്തിന് അറിയാമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു വിഷയങ്ങളും പരിഹരിക്കുവാൻ ശക്തനായിരിക്കും ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ വചനം ഉറപ്പു തരുകയാണ്. ഭയപ്പെടണ്ട. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചേർന്നൊരു ഹല്ലേലൂയ പറയാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം എന്തിനെങ്കിലും ചൊല്ലി ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഉറപ്പു തരുകയാണ്, ഭയപ്പെടണ്ട. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ തലയിലെ ഓരോ കുഞ്ഞു രോമങ്ങൾ കൂടെ അറിയുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, പെരുവെള്ളത്തിന്റെ ശബ്ദം പോൽ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്നവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ചെയ്യേണ്ടതെല്ലാം തക്ക സമയത്ത് ചെയ്യുവാൻ ശക്തനായിരിക്കുന്ന ദൈവമത്രേ. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട്? ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
പാപമുള്ളവരിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഇവിടെയാണ് ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ, ആരാധിച്ചിട്ടും ദൈവം പ്രസാദിക്കാതെ വണ്ണം, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം ഉഴലുന്നവരായി മാറുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ അതിഭയങ്കരനായിരിക്കുന്ന മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ വിഷയങ്ങളെ യേശുവിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനൊരു കൊച്ചു ഉദാഹരണം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഹല്ലേലൂയ. നമ്മൾ മുടിയനായ പുത്രൻ എന്ന് പറയും, എന്നാൽ ഇളയ പുത്രൻ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്വത്തിന്റെ ഓഹരിയെല്ലാം വാങ്ങി ദൂർത്തടിച്ച് സകലതും നഷ്ടപ്പെടുത്തി പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും തിന്നുവാനില്ലാതെ ആയിരിക്കുന്ന മണ്ഡലത്തിൽ അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ അനേകര് ഭക്ഷണം കഴിച്ച് മിച്ചം വരുത്തുന്നു, എനിക്ക് പന്നിയുടെ വാളവര പോലും ലഭിക്കുവാൻ കഴിയാതെ വണ്ണം ഞാൻ വിശപ്പ് കൊണ്ട് ചാകാൻ പോകുന്നു, മരിക്കാറായി എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്നാല് പാപിയായിരിക്കുന്ന ഇളയപുത്രന്റെ അടുക്കൽ പിതാവിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞോ? ഇല്ല. താൻ മടങ്ങി വന്ന് സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു പോയെന്ന് പറഞ്ഞ ഉടനെ അപ്പൻ കെട്ടിപ്പിടിച്ച് അവന്റെ കരങ്ങളിൽ മോതിരം, അവന്റെ വിരലിൽ മോതിരമിട്ട് അവനെ കുടുംബത്തിലേക്ക് ആനയിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ അപ്പന്റെ സകല ഓഹരിക്കും അനുകൂലനായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് ആരെങ്കിലും അകന്നു പോയിട്ടുണ്ടോ? ആരെങ്കിലും പാപികളാണോ? ഇന്ന് പകൽക്കാലം പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് ദൈവിക പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ഒന്നാമതായി പറയേണ്ടത്, എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പലപ്പോഴും ഈ വചനം കടുകട്ടിയുള്ളതായി മാറുവാനിടയായിത്തീരും. പലർക്കും ദൈവത്തോട് കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി ആയിരിക്കാൻ ഇടയാകാതെ മണ്ഡലങ്ങളുണ്ട്. അവിടെ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. രണ്ടാമത്, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. ആരോടെങ്കിലും പരിഭവമുണ്ടോ? ആരോടെങ്കിലും മിണ്ടാത്തവരുണ്ടോ? ആരോടെങ്കിലും സ്നേഹമില്ലാത്തവരുണ്ടോ? വൈരാഗ്യമുണ്ടോ? ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനും ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആശ്രയത്തെ പ്രകടിപ്പിക്കുന്ന സമയമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് മുട്ടുമടക്കുമ്പോൾ ആശ്രയം വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുമ്പോൾ ദൈവത്തോടുള്ള ആശ്രയം വർദ്ധിപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗം കൈക്കൊള്ളുവാനിടയായിത്തീരും. പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ ആശ്രയം നഷ്ടപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം ആരിലാകണം? ദൈവത്തിലാവണം. പണക്കാരിലാകരുത്, ഡോക്ടേഴ്സിലാകരുത്. ഇതെല്ലാം രണ്ടാമത്തെ ഭാഗമായി വരുമ്പോൾ ഒന്നാമത്തെ ഭാഗം ആശ്രയം ദൈവത്തിലാകുക. എങ്ങനെ? പണത്തോടുള്ള ബന്ധത്തിലും രോഗത്തോടുള്ള ബന്ധത്തിലും. ഡോക്ടർ വേണ്ട എന്നുള്ളതല്ല, പണം വേണ്ട എന്നുള്ളതല്ല. ഒന്നാമത്തെ ആശ്രയമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ആശ്രയം ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ആശ്രയമായി മാറുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം പറയും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ ഏവർക്കും തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പൊ ദൈവമായിട്ടുള്ള ബന്ധം എപ്പോഴൊക്കെയാണ്? ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണോ? അല്ല, ഏനി ടൈമും ദൈവമായിട്ടുള്ള ബന്ധം ഏനി ടൈമും
നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉപമ നമുക്ക് തരുവാൻ കഴിയുന്ന വിശ്വാസത്തെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഉപമകൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനിടയായി തീർന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് 3 അപ്പം കടം ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല, ആ കുട്ടിയും കിടന്നുറങ്ങുന്നു, അതുകൊണ്ട് എഴുന്നേറ്റ് അപ്പമുണ്ട്, എന്നാൽ എഴുന്നേറ്റ് തരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മുട്ടുന്ന നിമിത്തം, മുട്ടിക്ക നിമിത്തം 3-ാം പ്രാവശ്യം എഴുന്നേറ്റ് തനിക്ക് വേണ്ടുവോളം കൊടുത്തു. താൻ 3 അപ്പമാണ് കടം ചോദിച്ചത്, എന്നാൽ ആ മുട്ടിക്ക നിമിത്തം വേണ്ടുവോളം നൽകുവാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വിഷയമാണോ ആ വിഷയത്തിലൊക്കെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദിനംതോറും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം പറഞ്ഞു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ നമ്മോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട വചനമാ പ്രിയ മക്കളെ. എല്ലാ വചനം അനുഗ്രഹമാണ്, എന്നാലും അതിപ്രാധാന്യമുള്ള വചനമാണ്. റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ക്രിസ്തുയേശുവിലൂടെ സകലതും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു വാക്യം അങ്ങ് വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എന്റെ ദൈവമോ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ക്രിസ്തുയേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. പൂർണ്ണമായി അറകുറയായിട്ടല്ല, പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിനോട് ഏറ്റുപറയുവാൻ കഴിയുമോ? യേശുവേ, എന്നോട് കരുണ തോന്നുമാറാകണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ കടപ്പെട്ടിരിക്കുന്നതോട് ഞങ്ങളും ക്ഷമിക്കുന്നു, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇപ്പോൾ തന്നെ മറുപടി തരുവാൻ ശക്തനായിരിക്കും ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്നെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകണം.